മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മാർക്കോയോട് മഹാലക്ഷ്മിയും കണ്ണനും ഒരുപാട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. മേഘനാഥനെക്കാളും മോശപ്പെട്ടവനാണ് സാഗർ. നിനക്കറിയില്ലേ സാഗറിൻ്റെ സ്വഭാവം? നീ എപ്പം മുതലാണ് സാഗറുമായിട്ട് കൂട്ടായത് എന്നിങ്ങനെ ചോദിക്കുന്നു കേട്ടോ. മാർക്കോ അബദ്ധത്തിലാവുകയാണ് കേട്ടോ. സാറേ, ഞാൻ അവനായിട്ട് കൂട്ടൊന്നുമില്ല. അന്ന് ആ കോടതിയിൽ നിന്ന് വരുമ്പോൾ അവനെ ഇട്ട് മേഘം തല്ലുന്നത് കണ്ടപ്പോൾ ഞാനത് തടുത്തു. അതിനുശേഷമാണ് മേഘനാഥനോടുള്ള ദേഷ്യമാണ് എനിക്ക് സാഗറോടുള്ള ഒരു അടുപ്പം ഉണ്ടാക്കി തന്നത്. അല്ലാതെ വേറെ അങ്ങനെ നേരത്തെ എനിക്കൊരു പരിചയമില്ല എന്ന് പറയും കേട്ടോ. മഹാലക്ഷ്മി പറയും, ഒരിക്കലും അവനെ കല്യാണം കഴിക്കാൻ പറ്റില്ല മഞ്ജുവിനെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം. അവരിപ്പോൾ എവിടെയാണ് എന്ന് ചോദിക്കും. അവർ രജിസ്റ്റർ ഓഫീസിൽ പോയിരിക്കുകയാണ്, രജിസ്റ്റർ മാരേജ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് പറയും. എത്രയും പെട്ടെന്ന് നീ പോയിട്ടില്ലേ അവർ ചെയ്യുള്ളൂ എന്ന് പറയും. അതെ, ഞാൻ പോയിട്ടേ അവർ ചെയ്യുള്ളൂ, എത്രയും പെട്ടെന്ന് നീ കൊണ്ടുവരണം അവരെ എന്ന് കണ്ണനും മഹാലക്ഷ്മി ദേഷ്യത്തോടു കൂടി മാർക്കോയോട് പറയണം കേട്ടോ. മാർക്കോ ശരി എന്ന് പറഞ്ഞിട്ട് പോകണം കേട്ടോ. മാർക്ക് നേരെ വെച്ച് പിടിക്കണം കേട്ടോ. രജിസ്റ്റർ ഓഫീസിൽ പോകുമ്പോഴേക്കും അവർ രണ്ടുപേരും രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരികയാണ് കേട്ടോ. അത് കണ്ടത് മാർക്കോയ്ക്ക് എന്ത് ചെയ്യണമെന്നേ അറിയില്ല കേട്ടോ. ഇത്ര വേഗം ഇത് കഴിഞ്ഞോ എന്ന് ചോദിക്കണം കേട്ടോ. അവർ കഴിഞ്ഞോ എന്നിങ്ങനെ പറയണ്. ലോപ്പസിനോട് മാർക്കോ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ ലോപ്പസ് അവിടെ നടന്ന കാര്യങ്ങൾ പറയുകയാണ്. സാഗറിന് നല്ല നിശ്ചയമുണ്ട്. കണ്ണൻ സാറോട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈ കല്യാണത്തിന് കണ്ണനും മഹാലക്ഷ്മി സമ്മതിക്കില്ല. അത് മഞ്ജുവിനോട് പറയണം. മാർക്കോ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഈ കല്യാണം എന്തായാലും നടക്കില്ല. മാർക്കോ പോയി വരുമ്പോൾ വേറൊരു മുഖമായിരിക്കും എന്ന് മഞ്ജുവിനോട് പറയണം കേട്ടോ. മഞ്ജു പറയുന്നുണ്ട്, ഞാനല്ലേ തീരുമാനിച്ചിരിക്കുന്നത്, ഇനി അതിന് ഒരു മാറ്റവും. ഞാൻ സാഗറിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി മാത്രമാണല്ലോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്, പിന്നെന്താ എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം സാഗറും മഞ്ജും കൂടി തീരുമാനിക്കുകയാണ്, എന്തായാലും മാർക്കോ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം നടത്താം എന്ന് പറഞ്ഞിട്ട് അവർ രജിസ്റ്റർ ഓഫീസിലേക്ക് പോവുകയാണ് കേട്ടോ. അതേപോലെ തന്നെ ലോപ്പസും കൂടെ നിൽക്കുകയാണ്. അവരുടെ കല്യാണം അവർ പെട്ടെന്ന് തന്നെ നടത്തുകയാണ് കേട്ടോ. അങ്ങനെയാണ് ഉണ്ടായത് എന്ന് ലോപ്പസ് പറയുമ്പോൾ മാർക്കോ ചോദിക്കും, നിങ്ങൾക്ക് എന്നെ ഒന്ന് വെയിറ്റ് ചെയ്യായിരുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സാഗർ പറയും, മാർക്കോയെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ഈ കല്യാണം നടക്കില്ല എന്നിങ്ങനെ പറയും. ഞാനിനി എന്താ പറയുക എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ മഞ്ജു പറയും, സാഗറെ വിശ്വസിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, ഒരിക്കലും മാർക്കോയ്ക്ക് ഇതിലൊരു തെറ്റില്ല, ഞാൻ എന്തായാലും സാഗറുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങി വന്നത് എന്നിങ്ങനെ പറയുന്നത്. സാഗർ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്തിട്ടല്ലേ, എനിക്ക് അവരുടെ മുതലും സമ്പാദ്യവും സ്വത്തും ഒന്നും വേണ്ട, ഞാൻ മഞ്ജുവിനെ പൊന്നുപോലെ നോക്കിക്കോളാം എന്നിങ്ങനെ പറയണേ. എനിക്ക് എന്തെങ്കിലും ഒരു ഡ്രൈവർ പണി തന്നാൽ മതി, ഞാനത് ശരിയാക്കിക്കോളാം എന്നിങ്ങനെ പറയണം കേട്ടോ. മാർക്കോ പറയണം, എന്നെ വിശ്വാസം ഉണ്ടായിരുന്നാണ്, ഇനി കണ്ണൻ സാറിനും മഹാലക്ഷ്മി മാഡത്തിനും എന്നെ ഒരു വിശ്വാസക്കുറവായില്ലേ എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മഞ്ജു പറയണ്ടേ, ഇല്ല, എൻ്റെ ഏട്ടൻ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് വിശ്വാസം തന്നെയാണ് എന്ന് പറയണം കേട്ടോ. അതിനുശേഷം മാർക്കോ പറയണം, ശരി, ഇനിയിപ്പോൾ എന്തായാലും ഇത്രയും ഞാൻ നേരത്തെ പറയണമായിരുന്നു, ഞാൻ അവരുമായിട്ട് കൂടുതൽ പ്രാവശ്യം ഉണ്ടായിരുന്നതാണ്, അപ്പോഴൊന്നും ഞാൻ പറഞ്ഞില്ല, മേഘനാഥനോടുള്ള ദേഷ്യം കാരണമാണ് ഞാൻ പറയാതിരുന്നത്, എന്തായാലും ശരി നിങ്ങൾ വരും എന്ന് പറഞ്ഞിട്ട് മാർക്കോ അവരെയും വിളിച്ചു കൊണ്ട് പോകണം കേട്ടോ. അതേസമയം മഹാലക്ഷ്മി ഇങ്ങനെ ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ. മാർക്കോ ഫോൺ എടുക്കില്ല, കണ്ടോ ഫോൺ വിളിക്കണു, ഞാൻ എന്താ പറയുക എന്നിങ്ങനെ പറഞ്ഞിട്ട് ആകെ തലയ്ക്ക് കൈയും കൊടുത്തിട്ടിരിക്കുകയാണ് മാർക്കോ എന്നിട്ട് അതിന് ശേഷം അവരെല്ലാം വിളിച്ചു പോവുകയാണ്. പിന്നീട് കാണുന്ന വാമദേവനും മേഘനാഥനും കൂടിയിട്ട് മേഘനാഥൻ ആരോടോ ഫോൺ ചെയ്ത് ചോദിക്കുകയാണ്, അവരെ കണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ദേഷ്യത്തോട് കൂടിയിട്ട് വാമദേവനോട് പറയുകയാണ് മേഘനാഥൻ, അവൾ പോയ അച്ഛ എവിടെയാണെന്ന് ഇതുവരെ അറിയില്ല, അമ്മയാണെങ്കിൽ കാണാനും ഇല്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം സീമന്തിരി ഇങ്ങനെ വരികയാണ്. സീമന്തിരി വന്നിട്ട് ചോദിക്കുകടാ അവളെ കണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഇല്ല, കണ്ടില്ല അമ്മേ, ഈ അമ്മ ഒറ്റ കാരണമാണ്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിരുന്നതാണ് അമ്മയുടെ അടുത്ത്, അവളോട് അധികം വഴക്കിന് പോവണ്ട എന്ന് പറഞ്ഞതാണ് എന്നിങ്ങനെ പറയും. അതേസമയം വാമദേവൻ പറയുന്നുണ്ട്, സ്നേഹം കൊടുക്കണം എങ്കിൽ മാത്രമേ പെണ്ണുങ്ങൾ പോവാതിരിക്കുകയുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ സ്നേഹമൊക്കെ കൊടുക്കുന്നുണ്ട്, അവൾക്ക് ആരോ വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ കാരണമാണ് അവൾക്ക് പ്രശ്നം ഉണ്ടായത് എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അതേസമയം സീമന്തിരി പറയുകയാണ്, അവൾ പോയത് നന്നായി, ഏതായാലും പോട്ടെ, ആ മാർക്കോൻ്റെ കൂടെയല്ലേ പോയിരിക്കുന്നത്, അവൾ പോട്ടെ, ഇനി അവളെ നമുക്ക് വേണ്ട എന്നിങ്ങനെ പറയും. അത് കേൾക്കുമ്പോൾ തന്നെ മേഘനാഥൻ ദേഷ്യം വരും, ഞാൻ അവളോട് സ്നേഹത്തോടെ ഉണ്ടായിട്ടല്ല, ഞാൻ അവളുടെ സ്വത്ത് കണ്ടിട്ടാണ്, എന്തായാലും അവൾ എൻ്റെ ഭാര്യയായിട്ട് എനിക്ക് വേണം, അത് കിട്ടിക്കഴിഞ്ഞ് അവൾ പോയിക്കോട്ടെ എന്നിങ്ങനെ പറയണേട്ടെ. എടാ, ഞാൻ അവൾ പോകുമ്പോൾ നിന്നോട് പറഞ്ഞില്ലേ അവളുടെ സ്വഭാവം ശരിയല്ല എന്ന്, അമ്മ പറയുന്നതേ കുറച്ചെങ്കിലും നീ മനസ്സിലാക്കണം എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം വാമദേവൻ പറഞ്ഞത്, നീ എന്തായാലും ശരി അവളെ പോയി അന്വേഷിക്കുക എന്നിങ്ങനെ പറയണം. സീമന്തിന് പറയുകയാണ് എന്നിട്ട്, ഇനി അവിടെ കൊണ്ടുവന്നിട്ട് വേറൊരുത്തിൻ്റെ കൂടെ പോയിട്ട് കൊണ്ടുവന്നിട്ട് ഇരിക്കുകയല്ലേ, എനിക്ക് എൻ്റെ അനന്തരവളാണ് അവൾ, അതുകൊണ്ട് എനിക്ക് അങ്ങ് പറഞ്ഞു വിടാൻ പറ്റില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയും
പ്രതാപനും കൂടി ഇങ്ങനെ സംസാരിച്ചിട്ടിരിക്കണം കേട്ടോ. ഓ അവർ പോയിരിക്കുകയാണ്, അവൾ പോയത് ഇവൾ അറിഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കണം കേട്ടോ. മോഹിനി എന്നിട്ട് വരികയാണ്, മോഹിനിയോട് ഇങ്ങനെ പറയുന്നുണ്ട്, നീ അറിഞ്ഞില്ലേടി എന്ന് ചോദിക്കണേ. എന്ത് ഞാൻ അറിഞ്ഞില്ലേ, മാർക്കോൻ്റെ കൂടെ അവൾ പോയത് നീ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുക. ഇല്ല ഞാൻ അറിഞ്ഞില്ല എന്നിങ്ങനെ പറയണം.